ഹായ് ഫ്രണ്ട്സ്, വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റി സോയ ചങ്ക്സ് ഡ്രൈ ഫ്രൈയുടെ റെസിപ്പി നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: സോയ ചങ്ക്സ് 1 കപ്പ്, സവോള സ്ലൈസായിട്ട് കട്ട് ചെയ്തത് 2 എണ്ണം, തേങ്ങാക്കൊത്ത് 1/4 കപ്പ്. ആദ്യം നമുക്ക് സോയ ചങ്ക്സ് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലെ ചൂടുവെള്ളം ഊറ്റിക്കളഞ്ഞ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായി പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാവാനായി വയ്ക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സവോള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിലാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളും ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മസാലയെല്ലാം സോയ ചങ്ക്സിൽ നന്നായിട്ട് പുരണ്ടു വരുന്ന പരുവത്തിൽ വരെ ഇളക്കിയെടുക്കണം. ഒരു 10 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയം എണ്ണയുടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ല ഡ്രൈ ഫ്രൈ ആയി എടുക്കാം. ഇപ്പോൾ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ടേസ്റ്റിയായ സോയ ചങ്ക്സ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.